നേതാക്കളെ, പണ്ഡിതന്മാരെ, സഹപ്രവർത്തകരെ, സദസ്സിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ലൈവിലൂടെ ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, മലപ്പുറം നോർത്ത് ജില്ല സംഘടിപ്പിക്കുന്ന ഫാമിലി കോൺഫറൻസിൻ്റെ സമാപന അവസരത്തിലാണ് നമ്മളുള്ളത്. റഹ്മാനായ റബ്ബിലേക്കുള്ള മനുഷ്യൻ്റെ യഥാർത്ഥമായ പ്രയാണത്തിന് തടയിടുന്ന ഒട്ടേറെ പ്രതിബന്ധങ്ങൾ ചെകുത്താനിവിടെ അവൻ്റെ അശ്രാന്ത പരിശ്രമങ്ങളിലൂടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ നേർക്കാഴ്ചകളും അവയുടേതായ ഉദാഹരണങ്ങളുമൊക്കെ കഴിഞ്ഞ പ്രസംഗങ്ങളിലൂടെ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ചതിക്കുഴികളിൽ പെടാതെ കുടുംബത്തിൻ്റെ ഭദ്രത നിലനിർത്തുവാൻ ആവശ്യമായ ഉത്ബോധനങ്ങളിലൂടെയാണ് ഈ 14 ഫാമിലി കോൺഫറൻസുകളും നടന്നിട്ടുള്ളത്, നടന്നുകൊണ്ടിരിക്കുന്നതും. വലിയ മാറ്റങ്ങളാണ് അൽഹംദുലില്ലാഹ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിൽ മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളിലും എല്ലാം ഈ ഒരു മഹത്തായ സംരംഭത്തിൻ്റെ അലയൊലികൾ, അതുണ്ടാക്കി തീർത്തിട്ടുള്ള മാറ്റങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുന്ന വിധത്തിലാണ് എന്ന് സന്തോഷത്തോടുകൂടി സർവശക്തനായ അള്ളാഹുവിനോട് ശുക്റുള്ള മനസ്ഥിതിയോടുകൂടി ഇവിടെ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം നമ്മൾ അനുഭവിക്കുമ്പോഴെല്ലാം നമ്മുടെ കൂട്ടുകുടുംബങ്ങളും ബന്ധപ്പെട്ടവരും ബന്ധുമിത്രാദികളുമൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകണമെന്ന ആഗ്രഹവും ആശയും നമ്മൾ കൊണ്ടു നടക്കാറുണ്ട്. ഏതൊരു സുഖങ്ങളുടെയും സൗകര്യങ്ങളുടെയും നടുവിലാകുമ്പോഴും അതൊന്നും മുറിഞ്ഞു പോകരുതേ എന്ന ഒരു പ്രാർത്ഥനയും ആഗ്രഹങ്ങളും നമ്മൾ നിലനിർത്താറുണ്ട്. എന്നാൽ ഈ ലോകം എന്ന് പറയുന്നത് എത്ര നിസ്സാരമാണ്, മനുഷ്യരുടെ അവസ്ഥകൾ എത്ര പരിതാപകരമാണ്. നമ്മുടെ വയനാട് ജില്ലയിലെ ചൂരൽമലയിലും അതേപോലെയുള്ള തൊട്ടടുത്ത പ്രദേശങ്ങളിലും അതിശക്തമായ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ അതിൻ്റെ ആഘാതമെന്നോണം അവിടെ നിന്നും ഒഴുകി ഒലിച്ചു വന്ന മയ്യത്തുകൾ അടിഞ്ഞുകൂടിയ ചാലിയാറിന്റെ തീരത്ത് ജീവിക്കുന്ന നിവാസികളാണ് ഈ പ്രദേശത്തുകാരെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. കൈകാലുകൾ ഒടിഞ്ഞവർ, തലയില്ലാത്ത, അതുപോലെ തന്നെ അരക്ക് മുകളിൽ ഭാഗങ്ങളില്ലാത്ത കൈകാലുകൾ മാത്രമായി ഒഴുകി വന്ന മനുഷ്യക്കോലങ്ങളുടെ മയ്യത്തുകൾ കാണാൻ അവസരം കിട്ടിയ, കേൾക്കാൻ അവസരം കിട്ടിയ ലോകമാണ്, രാജ്യമാണ്, പ്രദേശമാണ് ഇതിന്റെ പരിസരങ്ങൾ എന്ന് ചാലിയാറിന്റെ തീരത്ത് നിവസിക്കുന്ന ആളുകളോട് ഞാൻ പറഞ്ഞറിയിക്കേണ്ടതില്ല. എന്തിനാണ് ഇത് ആമുഖമായി സൂചിപ്പിക്കുന്നത്? എന്തിനാണ് മനുഷ്യ ഈ നെകളിപ്പ്? എവിടേക്കാണ് നമ്മുടെ ഈ പോക്ക്? സർവശക്തനായ റഹ്മാനായ റബ്ബ് അവന്റെ പ്രവാചകനിലൂടെ നിശ്ചയിച്ചു തന്ന സുന്ദരമായ, വളരെയേറെ ആകർഷണീയത മുറ്റി നിൽക്കുന്ന ഇസ്ലാമികമായ നിയമങ്ങളോട് പുറംതിരിഞ്ഞു നിന്നുകൊണ്ട് ഞങ്ങൾ എന്തിനും പോന്നവരാണ്, ഞങ്ങളെ ഇവിടെ ആരും ചോദ്യം ചെയ്യേണ്ടതില്ല, ഞങ്ങളെ ഇവിടെ ആരും ആദർശം പഠിപ്പിക്കേണ്ടതില്ല, ഞങ്ങളെ ഇവിടെ ആരും യഥാർത്ഥത്തിലുള്ള പാന്താവ് പരിചയപ്പെടുത്തേണ്ടതില്ല, അതൊക്കെ ഗതകാല ചരിത്രങ്ങൾ, ഞങ്ങൾ ഇന്ന് സർവതന്ത്ര സ്വതന്ത്രരാണ്, ആരടാ ചോദിക്കാനെന്ന് വെല്ലുവിളിച്ച സമൂഹത്തിന്റെ മുമ്പിൽ അതേ റഹ്മാനായ റബ്ബ് കാണിച്ചു തന്ന ദൃഷ്ടാന്തങ്ങളോട് പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും പുറംതിരിഞ്ഞു നിൽക്കരുതേ എന്ന വിനീതമായ ഒരപേക്ഷയോടെയാണ് എനിക്ക് എന്നോടും നിങ്ങളോടും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. സഹോദരങ്ങളെ, നമുക്ക് ഏത് സുഖങ്ങളും സൗകര്യങ്ങളും പ്രതീക്ഷകൾ കൊത്തുകൊണ്ട് ഉണ്ടായാലും പരലോകത്തെ രക്ഷപ്പെടണ്ടേ? അവിടെ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അവിടെ സ്വർഗം കിട്ടലല്ലേ? ഞാൻ നിങ്ങളെ തുടക്കത്തിൽ ഓതിക്കേൽപ്പിച്ചൊരു വചനമുണ്ട്. സൂറത്ത് ഗാഫിറിലെ 7 മുതൽ 9 വരെയുള്ള ആയത്തുകളാണത്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരി സഹോദരന്മാര് മുഴുവനും
ആ വചനങ്ങളുടെ പൊരുളുകൾ നെഞ്ചേറ്റണം. കാരണം ഇതൊരു ഫാമിലി കോൺഫറൻസ് ആണ്. നമ്മൾ കാണാത്ത റഹ്മാനായ റബ്ബിന്റെ അടുക്കലുള്ള അവന്റെ അർശിനെ ചുമന്നുകൊണ്ടിരിക്കുന്ന മലായിക്കത്തുകൾ, അവരോളം റബ്ബിനോട് മുഖറബായി അടുത്ത് നിൽക്കുന്ന ഒരു മലായിക്കത്തുകൾ വേറെ ആരാ ഉള്ളത്? അത്രത്തോളം ഉന്നതമായ പദവിയിൽ വിരാജിക്കുന്ന റബ്ബിനോടുള്ള മുഖറബുകളായ മലായിക്കത്തുകൾ, ആ മലക്കുകൾ, അവരെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞ ഒരു ഭാഗമാണ് എനിക്ക് ഈ ഫാമിലി കോൺഫറൻസിന്റെ തുടക്കത്തിൽ എന്റെ പ്രിയമുള്ളവരോടും ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അള്ളാഹു പറയുന്നത് എന്താണെന്നറിയോ? അർശിനെ വഹിച്ചുകൊണ്ടിരിക്കുന്ന ആ മലക്കുകൾ, അവരുടെ പ്രത്യേകത എന്താ പറഞ്ഞത്? അവർ റഹ്മാനായ റബ്ബിനെ നിരന്തരമായി അവർ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണവർ. വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ, സത്യവിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി അവർ റബ്ബിനോട് ഇസ്തിഗ്ഫാറിനെ തേടുകയാണ്. എന്താണ് ആ മലക്കുകളുടെ പ്രാർത്ഥന? റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, നീ ഏറ്റവും കൂടുതൽ റഹ്മത്തിൽ വിശാലമായവനാണ്, എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അറിവ് വിശാലമായവനുമാണ്. ഇനി ശ്രദ്ധിക്കണം, മലക്കുകളുടെ ദുആ നിങ്ങൾ കേട്ടോ. ഫഗ്ഫിർ ലില്ലദീന താബൂ വത്തബഉ സബീലക വഖിഹിം അദാബൽ ജഹീം. റബ്ബേ, നിന്നിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുന്ന ആളുകൾക്ക് നീ പൊറുത്തു കൊടുക്കണേ. ഇതെന്റെയും നിങ്ങളുടെയും പ്രാർത്ഥനയല്ല. റബ്ബിന്റെ അർശ് വഹിച്ചുകൊണ്ടിരിക്കുന്ന അതിന്റെ ചുറ്റുഭാഗത്തുമുള്ള മലക്കുകളുടെ, റബ്ബിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മുഖറബുകളായ മലക്കുകളുടെ ദുആയാണ്. ഇതിലെ ഓരോ പോയിന്റും വളരെ ശ്രദ്ധേയമാണ്. റബ്ബേ, തൗബ ചെയ്യുന്ന പശ്ചാത്തപിക്കുന്ന നല്ല ഈമാനുള്ള മനസ്സുള്ളവർക്ക് നീ പൊറുത്തു കൊടുക്കണേ. രണ്ടാമത്തെ ഗുണം പറഞ്ഞത് വത്തബഉ സബീലക, നിന്റെ മാർഗം ഏതാണെന്ന് നീ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ആ പഠിപ്പിച്ച മാർഗത്തിൽ നിന്ന് അണുകളവ് വ്യതിചലിക്കാതെ നിന്റെ മാർഗത്തെ പിൻപറ്റുന്നവരാരൊക്കെയുണ്ടോ അവർക്ക് നീ പൊറുത്തു കൊടുക്കണം. വഖിഹിം അദാബൽ ജഹീം, നരകശിക്ഷയിൽ നിന്ന് നീ അവരെ കാത്തുകൊള്ളണേ. നാലാമതവര് ചോദിക്കുന്നത് നോക്കൂ, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഇതിനൊക്കെ പുറമേ അവരുടെ കാര്യം മാത്രമല്ല, വഅദ്ഖിൽഹും, നീ പ്രവേശിപ്പിക്കണേ, അവരെ പ്രവേശിപ്പിക്കണം. ജന്നാത്തി അദിരിനില്ലതീ വഅതഹും, നീ അവരോട് വാഗ്ദത്തം ചെയ്തിട്ടുള്ള സ്വർഗത്തിലേക്ക് നീ അവരെ പ്രവേശിപ്പിക്കണം. അവരെ മാത്രമല്ല, ഇനി ശ്രദ്ധിച്ചോ, മറന്നു പോകാതെ അടിവരയിട്ട് മനസ്സിലാക്കിക്കോ. ومن صلح من آبائهم وأزواجهم وذرياتهم إنك أنت العزيز الحكيم. അവരിൽ നിന്ന് നന്മയുടെ പാതയിൽ, ഏറ്റവും നല്ല പാതയിലൂടെ മുന്നോട്ട് പോയിട്ടുള്ള അവരുടെ പിതാക്കൾ, അവരുടെ ഭാര്യമാർ, അവരുടെ ഭർത്താക്കന്മാർ, അവരുടെ മക്കൾ, അവരെ ഒക്കെ നീ അവരുടെ കൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണേ. നീ ഏറ്റവും അസീസും ഹക്കീമുമായ റബ്ബാണല്ലോ. വഖിഹിമുസ് സയ്യിആത്ത്, സർവ്വ തിന്മകളും എന്തൊക്കെ ഇനി അവരുടെ ജീവിതത്തിൽ വന്നുപോയോ അതൊക്കെ അവർ നിന്നോട് പശ്ചാത്തപിച്ചതിന്റെ പേരിൽ നീ അവർക്ക് വിട്ടുപുറത്തു മാപ്പാക്കി കൊടുക്കണേ. കാരണം പരലോക കോടതിയിലെത്തുമ്പോ അവിടെ നമ്മൾ ചെയ്തിട്ടുള്ള, നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള അബദ്ധങ്ങള്, അപാകതകൾ പൊറുക്കപ്പെട്ട് കഴിഞ്ഞാൽ ആർക്കങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയോ? ഫഖദ് റഹിംതഹു, നീ അവനോട് കാരുണ്യമാണ് ചെയ്തിട്ടുള്ളത്. വദാലിക ഹുവൽ ഫൗസുൽ അളീം, അതാണ് വമ്പിച്ച വിജയം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവന്റെ അർശിന്റെ ചുറ്റുഭാഗത്തുമുള്ള മലായിക്കത്തുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട വിഷയം എന്താണ് സഹോദരങ്ങളെ? മാതാപിതാക്കൾ, മക്കൾ, അതുപോലെ തന്നെ ഇണകൾ, ദമ്പതിമാർ എല്ലാവരും ഒന്നിച്ചു സ്വർഗത്തിലേക്ക് എത്തിക്കാൻ മലായിക്കത്തുകൾ പ്രാർത്ഥിച്ചപ്പോൾ അവർ പറഞ്ഞ കണ്ടീഷനുകൾ എന്താണ്? വമൻ സലഹ, നന്നായവർ,
എങ്ങനെ നന്നായവരാണ് ഒന്നിച്ച് സ്വർഗത്തിൽ കുടുംബസമേതം പോകുന്നത്? അവരുടെ യഥാർത്ഥത്തിൽ അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള ഈമാനിൽ ഒന്നിച്ചു ചേർന്നവർ, അതേപോലെ റബ്ബിന്റെ മാർഗത്തിൽ പിന്തുടർന്ന് ജീവിച്ച ആളുകൾ, അതേപോലെ തന്നെ പശ്ചാത്താപ മനസ്ഥിതിയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവർ, ഇവർക്കൊക്കെ ആ നിലക്കുള്ള ഒരു പ്രത്യേകമായ കാരുണ്യം അവർക്ക് ലഭിക്കുമെന്നാണ് ഈ പ്രാർത്ഥനയുടെ പൊരുൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളിൽ എത്ര പേർക്ക് ഈ ഒരു പ്രത്യേകമായ അവസ്ഥ വന്നു ചേർന്നിട്ടുണ്ട്? നമ്മളിൽ എത്ര പേര് ഈ അള്ളാഹുവിന്റെ മലായിക്കത്തുകളെ എടുത്തു പറഞ്ഞ വമൻ സ്വലഹ എന്ന് പറഞ്ഞ നന്മയുടെ പാതയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് എന്ന് ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കുക. അതാണ് പ്രിയമുള്ളവരെ, ഈ കുടുംബം ഒന്നിച്ചിരിക്കുന്ന ഓരോരുത്തരും ആലോചിക്കുക. ആരുടെയെങ്കിലും പാരമ്പര്യം പറഞ്ഞൊന്നും നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാനാവില്ല. ഞാൻ ഇന്ന കുടുംബത്തിലെ താവഴിയിലുള്ള ആളാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന രാജ്യനിവാസിയാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള വലിയ മഹാന്മാരുടെ തറവാട്ടിലാണ്, അതുകൊണ്ടൊന്നും രക്ഷപ്പെടാൻ നമുക്കാവില്ല. മറിച്ച് ഓരോരുത്തരും നന്നാകണം. അതിൻ്റെ ആയത്തുകളും ഹദീസുകളും ഒന്നും നമ്മൾ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. നമ്മൾ മനസ്സിലാക്കുക, അത് ഓരോരുത്തരും ആരൊക്കെ നന്നായോ അവർക്ക് മാത്രമേ രക്ഷപ്പെടാനാവുകയുള്ളൂ. എത്ര വലിയ മഹാത്മാക്കളുടെ പാരമ്പര്യത്തിലായിട്ടും പ്രയോജനമില്ല. ആലോചിച്ചു നോക്കൂ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമ്മിലുണ്ട്. മകന് പ്രയോജനപ്പെട്ടില്ല, മകൻ നന്നാവാത്തത് കൊണ്ട് പ്രയോജനപ്പെട്ടില്ല. അതേപോലെ തന്നെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ബാപ്പാക്ക് പ്രയോജനപ്പെട്ടിട്ടില്ല. മകൻ പ്രവാചകനാണ്, പക്ഷേ അതുകൊണ്ടൊന്നും പ്രയോജനമുണ്ടായിട്ടില്ല. അതേപോലെ തന്നെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യ, അതുപോലെ തന്നെ അവരുടെ സന്താനങ്ങൾ, ഇവർക്കൊന്നും പ്രയോജനപ്പെട്ടില്ല. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ പ്രയോജനപ്പെട്ടില്ല. എന്താ കാരണം? ആ നബിമാര്, ലൂത്ത് നബിയുടെയും നോഹ് നബിയുടെയും ഒക്കെ ഭാര്യമാർ ഭർത്താക്കന്മാരുടെ കെയർ ഓഫിൽ രക്ഷപ്പെടും എന്നൊരു നിയമം ഇസ്ലാമിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അവരല്ലേ രക്ഷപ്പെടേണ്ടത്? അതേപോലെ തന്റെ സഹോദരങ്ങളെ, മഹദിയായ ആസിയ റളിയല്ലാഹു അൻഹ, അവർക്ക് ഫറോവക്ക് രക്ഷ കൊടുക്കാൻ സാധിക്കുകയില്ല. കാരണം ആസിയ ബീവിയുടെ ഭർത്താവായിരുന്നു എന്നുള്ളത് കൊണ്ട് ഫറോവക്ക് രക്ഷപ്പെടാനാവില്ല. പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം, പാരമ്പര്യവാദമോ അവകാശവാദമോ കൊണ്ട് നമുക്ക് രക്ഷപ്പെടാനാവില്ലെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ കൂടിയ ഓരോരുത്തരും ആലോചിക്കണം, നമ്മുടെ കാര്യത്തിൽ നമ്മൾ ഈമാനികമായിട്ട് എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട്. നമ്മൾ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഷഹാദത്ത് കലിമകൾ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ആ പ്രഖ്യാപനം പ്രിയമുള്ളവരെ നമ്മൾ എത്രത്തോളമാണ് നമ്മൾ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്? നമ്മുടെ ബാങ്കുകളിലൂടെ, ഇഖാമത്തുകളിലൂടെ, നമസ്കാരങ്ങളിലൂടെ, എല്ലാ അവസരങ്ങളിലും നമ്മളത് പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, ആ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനത്തോട് കൂറു പുലർത്തുവാൻ നമ്മിൽ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? നമ്മുടെ ഈമാനികമായ അവസ്ഥ എന്താണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ആ പ്രഖ്യാപനത്തോട് അനുസൃതമായ ഒരു ജീവിതം എന്നിലുണ്ടോ? എൻ്റെ മാതാപിതാക്കളിലുണ്ടോ? എൻ്റെ സന്താനങ്ങളിലുണ്ടോ? എൻ്റെ ഭർത്താവിലുണ്ടോ? എൻ്റെ ഭാര്യയിലുണ്ടോ? ആ അർത്ഥത്തിലുള്ള ഒരു പരിശോധന പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് എന്നോടും നിങ്ങളോടും ആദ്യമായി ഉണർത്തുവാനുള്ളത്. ഇന്ന് ഷഹാദത്ത് കലിമകൾ ഉച്ചരിക്കുന്നു എന്നതല്ലാതെ ആ ഉച്ചരിക്കുന്ന ഷഹാദത്ത് കലിമയുടെ ആദ്യത്തെ ഭാഗമായ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദയുടെ ആദ്യ പാർട്ടായ തൗഹീദിന്റെ കാര്യം, സർവശക്തനായ അള്ളാഹുവിനെ വിട്ട് മനുഷ്യന് എല്ലാ അർത്ഥത്തിലും അവന്റെ എല്ലാ കാര്യങ്ങളിലും അവൻ തവക്കുലാക്കേണ്ടുന്ന, അവന്റെ ദൃഢമായ വിശ്വാസത്തെ നിലനിർത്തേണ്ടുന്ന ഭാഗങ്ങളിലേക്കെല്ലാം പടപ്പുകളെ അവൻ കുടിയിരുത്തിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് മനുഷ്യരോട്, അതുപോലെ തന്നെ മഹാത്മാക്കളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. റഹ്മാനായ റബ്ബിന്റെ ഗുണങ്ങൾ മറ്റുള്ളവരിലേക്ക് മുഴുവനായും ചാർത്തിക്കൊടുക്കുകയാണ്. ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്ന് ഞങ്ങൾ വിളിച്ചാലും ഞങ്ങളുടെ വിളി കേട്ട് ഉത്തരം ചെയ്യാൻ കഴിവുണ്ട്.
ഞങ്ങളെ കാണാൻ കഴിവുണ്ട്, ഞങ്ങളെ അറിയാൻ കഴിവുണ്ട്, ഞങ്ങളുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചു തരാനുള്ള കഴിവുകൾ അവർക്കുണ്ട്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഞങ്ങൾക്ക് കാവലായി വരുവാൻ ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് വിളിച്ചാലും അവർ ഓടിയെത്തും. മാത്രമല്ല, ലോകം മുഴുവനും അവരാണ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇന്ന് സമൂഹം വിശ്വസിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ അന്ന് കാരണം പറഞ്ഞതെന്താ? അതൊന്നും തകരാറുള്ള കാര്യമല്ല. കാരണം എന്താണ്? അള്ളാഹു കൊടുത്ത കഴിവുകളാണ് അതൊക്കെ. റഹ്മാനായ റബ്ബാണ് തീരെഴുതി കൊടുത്തിരിക്കുകയാണ്. റബ്ബിന്റെ കഴിവുകൾ ആർക്കൊക്കെ എത്ര അളവിലൊക്കെ കൊടുക്കും കൊടുക്കില്ല എന്ന് പറയാൻ നിങ്ങൾ ആരാണെന്നാണ് നമ്മളോട് മുമ്പ് ചോദിച്ചിരുന്നത്. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കല്ലാതെ കൊടുക്കും എന്ന് പറയുന്ന അവന്റെ പരിധിയില്ലാത്ത കൊടുക്കലുകൾക്ക് പരിധി നിശ്ചയിക്കുവാൻ നിങ്ങൾ ആരാണെന്നാണ് നമ്മളോടൊരു കാലത്ത് പലരും ചോദിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ അമ്പിയാക്കളോട്, ഔലിയാക്കളെന്ന് പറയപ്പെടുന്നവരോട്, മറ്റുള്ളവരോടൊക്കെ ഞങ്ങൾ എന്തു ചെയ്യും? നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാറ്റിനും കഴിവുകൾ അങ്ങ് കൊടുത്തിരിക്കുകയാണ്. ലോകം മുഴുവൻ അവർ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ ആലമുകളാണ്. എല്ലാം അവരാ നിയന്ത്രിക്കുന്നത്. ഇനി ഒന്നും കൊടുക്കാൻ ബാക്കിയില്ല. അതിനൊക്കെ ആയത്തുകളും ഹദീസുകളും ദുർവ്യാഖ്യാനം ചെയ്തപ്പോ അവസാനം ഇപ്പോൾ വളർന്നു വരുന്ന തലമുറ വളരെ കൂടുതൽ ഗൗരവത്തോടെ നമ്മൾ കേൾക്കേണ്ടുന്ന, എന്നാൽ അവർക്കത് വളരെ ലാഘവ ബുദ്ധിയോടെ കൈകാര്യം ചെയ്യുവാൻ തോന്നുന്ന വാദം വരെ അവർ പറഞ്ഞു. എന്താണ്? മടവൂരാണ് പടച്ചോൻ, മടവൂരാണ് പടച്ചോൻ വരെ പറഞ്ഞു. പല ആളുകളും അത് കേട്ടപ്പോൾ ഞെട്ടി. ഈ രൂപത്തിൽ എല്ലാം കാണുകയും കേൾക്കുകയും ലോകത്ത് എന്ത് നടന്നാലും അതൊക്കെ കേൾക്കുന്ന, കാണുന്ന, അറിയുന്ന, കഴിയുന്ന ആളുകളാണ് ഞങ്ങളുടെ ഔലിയാക്കളെന്നും അവർക്കുള്ള കഴിവുകൾക്ക് പരിധി നിശ്ചയിക്കാൻ മുജാഹിദുകളെ നിങ്ങൾക്കാരാണ് ഇവിടെ അവകാശം തന്നതെന്ന് ചോദിച്ചിരുന്ന കേന്ദ്രങ്ങൾ പോലും ഞെട്ടി മടവൂരാണ് പടച്ചോനെന്ന് പറഞ്ഞപ്പോ അത് വാദിച്ച അപ്പുറത്തുള്ള ആളുകൾ പറഞ്ഞു, നിങ്ങൾ ഞെട്ടണ്ട. നിങ്ങൾ ഞെട്ടുകയാണെങ്കിൽ മുമ്പുള്ള മാലമൗലീദുകളിൽ പറഞ്ഞതൊക്കെ നിങ്ങൾ തിരുത്തേണ്ടി വരും. കാരണം എന്താണ്? എവിടെ നിന്ന് വിളിച്ചാലും, ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്ന് വിളിച്ചാലും വിളി കേൾക്കുന്ന, കാണുന്ന, അറിയുന്ന, കഴിയുന്നവരുണ്ടെന്ന് നമ്മൾ പണ്ട് പഠിപ്പിച്ചിട്ടില്ലേ? അങ്ങനെ പഠിപ്പിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? അള്ളാടെ കഴിവിന് പരിധി നിശ്ചയിക്കരുത്, അള്ള ഒക്കെ കൊടുക്കും ഉദ്ദേശിക്കുന്നവർക്ക് എന്ന് പറഞ്ഞിട്ടല്ലേ. ഇപ്പൊ എന്തേ ഈ ആയത്ത് ഇവിടെയും ബാധകമാക്കിക്കൂടെ? റഹ്മാനായ റബ്ബിന്റെ പ്രത്യേകമായ ഗുണമാണ്, അവനാണ് ഖാലിഖ്, അവനാണ് പടച്ചവൻ. ആ പടക്കുക എന്ന കഴിവും ഔലിയാക്കൾക്ക് കൊടുക്കുന്നതിന് എന്താ തകരാറ്? അപ്പൊ പിന്നെ അവര് ഖാലിഖാണ്, അവരും പടച്ചോനാണ് എന്ന് പറഞ്ഞാൽ അതിലൊക്കെ എന്താ ഇത്ര ഞെട്ടാനുള്ളത് എന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ ഇപ്പുറത്തുള്ള ഞെട്ടിയ കേന്ദ്രങ്ങൾക്കിപ്പോൾ മൗനമാണ്, മറുപടികൾ പറയാനാവാതെ കുഴങ്ങുകയാണ്. അവിടെയാണ് സഹോദരങ്ങളെ ഈമാനികമായ ദാർഢ്യതയുടെ പ്രത്യേകമായ ആശയ അടിത്തറ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. എന്താ അതിന്റെ പ്രശ്നം? ഇവിടെ മനസ്സിലാക്കി പോയതാണ് തകരാറായത്. റഹ്മാനായ റബ്ബ് ഇവിടെ എല്ലാ കാര്യങ്ങളും, ഇവിടെ ഏതൊക്കെ മനുഷ്യന്മാരുണ്ട്, ഏതൊക്കെ ആളുകളുണ്ട്, മലക്കുകളുണ്ട്, ജിന്നുകളുണ്ട്, പിശാചുക്കളുണ്ട്, ജന്തുക്കളുണ്ട്, ജീവജാലങ്ങളുണ്ട്, മറ്റെല്ലാം ഉണ്ട്. അവക്കൊക്കെ അള്ളാഹു നിശ്ചയിച്ച ഒരു വ്യവസ്ഥയുണ്ട്. അതിനാണ് നമ്മൾ കാര്യകാരണ ബന്ധം എന്നൊക്കെ നമ്മുടെ മുൻഗാമികളായ മഹാരഥന്മാരായ പണ്ഡിതന്മാർ മലയാളത്തിൽ തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി ലേഖനങ്ങൾ എഴുതിയപ്പോഴൊക്കെ അവര് പറഞ്ഞ ആ കാര്യകാരണ ബന്ധം, ഭൗതിക അഭൗതികം, സാധാരണ അസാധാരണ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതൊക്കെ റബ്ബ് നിശ്ചയിച്ച വ്യവസ്ഥകളിലൂടെ അപ്പുറം ഇവിടെ ഒരു മനുഷ്യൻക്കും ഒന്നും കാണാൻ കഴിയൂല, കേൾക്കാൻ കഴിയൂല. മനുഷ്യർക്ക് മാത്രമല്ല, ഒരു സൃഷ്ടിക്കും അതൊന്നും റബ്ബ് നിശ്ചയിച്ച കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്ത് ഒരു സൃഷ്ടിക്കും ഇവിടെ ഒന്നും കാണാനും കേൾക്കാനും അറിയാനും ഒന്നിനും കഴിയൂല. അതുകൊണ്ട് അത് കഴിവുള്ളവൻ അല്ലാഹു മാത്രമാണ്. അതുകൊണ്ട് ആ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. അതാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രഖ്യാപനം. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി
വലാ ഉശ്രികു ബിഹി അഹദാ. നബിയെ പറയൂ, റബ്ബിന്റെ കൽപ്പന ലോകത്തോട് പ്രഖ്യാപിക്കാൻ. ഇന്നമാ അദഉ റബ്ബി, ഞാൻ എൻ്റെ രക്ഷിതാവിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, ആ റബ്ബിൽ ഞാൻ ഒരാളെയും പങ്കു ചേർക്കൂല. ഒരാളെയും എന്ന് പറഞ്ഞാൽ മഹാത്മാക്കളായ അമ്പിയാക്കൾ മുതൽ ഔലിയാക്കളാവട്ടെ, ശുഹദാക്കളാവട്ടെ, സിദ്ദീഖുകളാവട്ടെ, സാലിഹികളാവട്ടെ, മലക്കുകളാവട്ടെ, പിശാചുക്കളാവട്ടെ, ജിന്നുകളാവട്ടെ, ആരാവട്ടെ, കല്ലോ മരമോ എന്തുമാകട്ടെ, ഒന്നിനെയും ഞാൻ പങ്കു ചേർക്കൂല. കാരണം റഹ്മാനായ റബ്ബിനല്ലാതെ എൻ്റെ പ്രാർത്ഥന കേട്ട് ഉത്തരം ചെയ്യാൻ സാധ്യമല്ല എന്ന് കൃത്യമായി ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അതിൽ നിന്ന് വിട്ടു ഔലിയാക്കൾക്ക് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറവും കാണാനും കേൾക്കാനും കഴിവുണ്ടെന്ന് വിശ്വസിച്ചു. അങ്ങനെ അവർക്ക് എല്ലാം അങ്ങ് തീരെഴുതി കൊടുത്തു. അവസാനമതാ സൃഷ്ടിക്കാനുള്ള കഴിവും അങ്ങ് കൊടുത്തൂടേന്ന് ആ വിധത്തിൽ അങ്ങ് പറഞ്ഞ് മടവൂരാണ് പടച്ചോൻ എന്നിടത്തേക്ക് അള്ളാഹുവിന്റെ ചോദ്യത്തിന് ഞങ്ങൾ ഉത്തരം കണ്ടെത്തിയിരിക്കുന്നു എന്ന മട്ടിൽ ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്. ഇത് റഹ്മാനായ റബ്ബിന്റെ ചോദ്യമാണ്. അല്ലാഹയല്ലാതെ ഒരു പടച്ചവനുണ്ടോ? ഉണ്ട് എന്നാണ് പാട്ടും പാടിയിട്ട് നമ്മുടെ നാട്ടിലെ ചില മുസ്ലിയാക്കന്മാര് പറഞ്ഞത്. അതിനെ എതിർക്കാൻ അവരുടെ കൂട്ടത്തിലെ ഒരാൾക്കും കഴിയൂല. കാരണം എന്താ? അവര് എത്തിപ്പെട്ട ഗതികേടിന്റെ ആഴമാണത്. കാരണം മുമ്പേ പഠിപ്പിച്ചു എന്ത്? ലോകം മുഴുവൻ അവർ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, കഴിവുണ്ട് എങ്കിൽ അതൊക്കെ എങ്ങനെ കിട്ടിയതാ? അള്ളാഹ് കൊടുത്തിട്ട്. എങ്കിൽ ഈ പടക്കുക എന്ന കഴിവ് അള്ളാന്റെ മാത്രമാണ്. അതുകൊണ്ട് കൊടുത്തൂടെ? അത് കൊടുത്തു എന്നല്ലേ ഞങ്ങൾ പറയുന്നുള്ളൂ. അപ്പൊ പിന്നെ പടച്ചോനാന്ന് പറഞ്ഞാൽ എന്താ തകരാറ്? മൗനമല്ലാതെ മറ്റൊന്നും പറയാനാവാതെ അവർ ഗതികേടിലായി നിൽക്കുകയാണ്. ഇവിടെയാണ് സഹോദരങ്ങളെ നമ്മുടെ പൂർവീകരായ മുൻഗാമികളായ ആളുകൾ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ, അതിനെ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും തെളിവുകളുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അല്ല, ഞങ്ങളുടെ കൈകളിൽ ആയത്തുണ്ടെന്ന് പറഞ്ഞിട്ട് ആയത്തങ്ങ് ഓതി സ്വഹാബത്ത് മനസ്സിലാക്കാത്ത അർത്ഥം കൊടുത്തു, താബിഈകൾ മനസ്സിലാക്കാത്ത വ്യാഖ്യാനം കൊടുത്തു, അഇമ്മത്തുൽ അർബഅ അടക്കമുള്ള ഇമാമുകൾ മനസ്സിലാക്കാത്ത വ്യാഖ്യാനം കൊടുത്തു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ആയത്തുകൾ ഓതിക്കൊണ്ട് റഹ്മാനായ റബ്ബിന്റെ തൗഹീദിനെ അവർ അട്ടിമറിച്ചു, ശിർക്കിന് തെളിവായി ഓതി. ഹദീസുകളും അങ്ങനെ തന്നെ. അപ്പോഴാണ് നമ്മുടെ പണ്ഡിതന്മാർ ഇടപെട്ടുകൊണ്ട് ആ സമൂഹത്തെ ആ കാലം മുതൽ ഇക്കാലം വരെ പഠിപ്പിച്ചത്. ഖുർആനും ഹദീസുമാണ് ഞങ്ങളുടെ പ്രമാണമെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അതിവിടെ എല്ലാവരും പറയുന്നുണ്ട്. ആ ഖുർആനും ഹദീസും മനസ്സിലാക്കുവാൻ നമുക്കൊരു രീതിശാസ്ത്രമുണ്ട്. അതെന്താ? ഖുർആൻ ഒരു ഭാഗത്ത് മറിച്ച് വെക്കുക, ഹദീസ് ഒരു ഭാഗത്ത് മറിച്ച് വെക്കുക, ഡിക്ഷണറിയും വെക്കുക. എന്നിട്ട് നമുക്ക് തോന്നിയതുപോലെ ഓരോ കാലഘട്ടത്തിലും എന്താണ് അതിൻ്റെ പൊരുളെന്ന് നമ്മളിങ്ങനെ ഗവേഷണം ചെയ്ത് കണ്ടെത്തിയിട്ട് അതിന് യോജിച്ച് വരുന്ന ഹദീസുകളൊക്കെ നമ്മൾ സ്വീകരിക്കുക, അല്ലാത്തതൊക്കെ ചവറ്റുകൊട്ടയിൽ അങ്ങ് വലിച്ചെറിയുക. ആ വിധത്തിലായി പോകരുതെന്നും മറിച്ച് മഹാന്മാരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ആദ്യമായി അത് കേട്ട സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ, താബിഈകൾ മനസ്സിലാക്കിയതുപോലെ, അഗ്രേസരരായ മുഹദ്ദിസുകളിൽ പ്രമുഖരായ ഇമാം ബുഖാരിയും മുസ്ലിമും റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള മഹാരഥന്മാരായ മുഹദ്ദിസുകൾ അവരുടെ രേഖാ ഗ്രന്ഥങ്ങൾ, അതുപോലെ തന്നെ അഇമ്മത്തുൽ അർബഅയുടേതായ കൃത്യമായ ആ വിശുദ്ധ ഖുർആനിനോടും തിരുസുന്നത്തിനോടും യോജിക്കുന്ന നിലയ്ക്ക് അവർ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള വിശ്വാസ കാര്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ അതൊക്കെ അവർ മനസ്സിലാക്കിയ രീതിയിലൂടെ തന്നെ വേണം നമ്മളും മനസ്സിലാക്കാൻ. അതാണ് സലഫുസ് സാലിഹികളുടെ മൻഹജ്, രീതിശാസ്ത്രം എന്നൊക്കെ അറിയപ്പെടുന്നത്. അതിലൂടെയായാൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. മറിച്ച് ഓരോ കാലഘട്ടത്തിലും ഓരോ ഹദീസുകളെ അതൊന്നും എൻ്റെ ബുദ്ധിക്ക് യോജിക്കില്ല, ആയത്തുകളിൽ പറഞ്ഞ അക്കാര്യം നമ്മൾ സമൂഹത്തോട് പറഞ്ഞതുകൊണ്ട് സമൂഹം നമ്മെ പരിഹസിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പ്രമാണങ്ങളുടെ പൊരുളെന്താണെന്ന് ഇക്കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കിയതെന്തോ അതിന് വിരുദ്ധമായി ആര് പറഞ്ഞാലും നമ്മൾ അംഗീകരിച്ചൂടാ. അത് സഹാബിയാണോ പറഞ്ഞത്? തട്ടണം. സഹാബത്ത് മുഴുവനും പറഞ്ഞോ? ഒഴിവാക്കണം. എല്ലാവരും അത് പറഞ്ഞു
പറഞ്ഞിട്ടുണ്ടോ മുൻഗാമികൾ, ഒക്കെ ഒഴിവാക്കണം എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ അബദ്ധങ്ങളായി, പ്രയാസങ്ങളായി, പ്രശ്നങ്ങളായി.